നമസ്കാരം. ഈ ചരിത്ര വിശകലനത്തിലേക്ക് സ്വാഗതം. വെറും 5 മിനിറ്റ്, അതെ, വെറും 5 മിനിറ്റിനുള്ളിൽ 900 വർഷങ്ങൾ നീണ്ടുനിന്ന ലോകത്തെ മുഴുവൻ മാറ്റിമറിച്ച ഒരു വലിയ ചരിത്രമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഭൂമിശാസ്ത്രപരമായി വളരെ ചെറിയൊരു സമൂഹം എങ്ങനെയാണ് പെട്ടെന്നൊരു ദിവസം സംസ്കാരത്തിന്റെയും വ്യാപാരത്തിന്റെയും പുതിയ ആശയങ്ങളുടെയും ഒരു വലിയ ആഗോള ശക്തിയായി മാറിയത് എന്ന് നമുക്ക് നോക്കാം. 7-ാം നൂറ്റാണ്ടിലെ അറേബ്യൻ മരുഭൂമികളൊന്ന് നിങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുവരൂ. എന്താണെന്നവിടെ ഉണ്ടായിരുന്നത്? ചെറിയ ചെറിയ ഗോത്രങ്ങൾ, അവർക്കിടയിൽ എപ്പോഴും പ്രശ്നങ്ങളും യുദ്ധങ്ങളും, യാതൊരു ഐക്യവുമില്ലാത്തൊരവസ്ഥ. അവിടെ നിന്നാണ് ലോകത്തെ തന്നെ മാറ്റിമറിച്ച ആ വലിയ കൊടുങ്കാറ്റ് തുടങ്ങുന്നത് എന്ന് കേൾക്കുമ്പോൾ ശരിക്കും അത്ഭുതം തോന്നും, അല്ലേ? ശരി, നമുക്കിതിലേക്ക് കടക്കാം. അറേബ്യയിലെ തുടക്കം ഒരു സന്ദേശത്തിൽ നിന്ന് ഒരു പ്രസ്ഥാനത്തിലേക്ക്. AD 610 മെക്കയിലാണ് ഈ മാറ്റങ്ങളുടെയൊക്കെ തുടക്കം. ആദ്യം കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വലിയ എതിർപ്പുകളും അവർക്ക് നേരിടേണ്ടി വന്നു. പക്ഷേ AD 622 മദീനയിലേക്കുള്ള അവരുടെ പലായനം, അതായത് ഹിജ്റ, ശരിക്കും വലിയൊരു വഴിത്തിരിവായി മാറി. അത്ഭുതകരമെന്നു പറയട്ടെ, വെറും 10 വർഷം. അതെ, AD 632 ആയപ്പോഴേക്കും അറേബ്യയുടെ ഭൂരിഭാഗവും ശക്തമായ ഒരു രാഷ്ട്രീയ മതശക്തിയായി ഒന്നിച്ചു കഴിഞ്ഞിരുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് മിഡിൽ ഈസ്റ്റ് കീഴടക്കുന്നതാണ്. ദ്രുതഗതിയിലുള്ള വിപുലീകരണത്തിന്റെ ആരംഭം. പ്രവാചകന്റെ കാലശേഷം കാര്യങ്ങൾ വളരെ വേഗത്തിലായിരുന്നു, വിശ്വസിക്കാൻ കഴിയാത്ത വേഗതയിൽ. അക്കാലത്തെ വൻ ശക്തികളായിരുന്ന ബൈസന്റൈൻ, പേർഷ്യൻ സാമ്രാജ്യങ്ങളെ അവർ പരാജയപ്പെടുത്തി. സിറിയ, പലസ്തീൻ, പിന്നെ 640ഓടെ ഈജിപ്റ്റ്, അവിടെ നിന്ന് കിഴക്കോട്ട് ഇറാൻ. ഇതെല്ലാം വെറും ഏതാനും ദശാബ്ദങ്ങൾ കൊണ്ടാണ് സംഭവിച്ചത്. ഇതെങ്ങനെ സാധിച്ചുവെന്ന് ചോദിച്ചാൽ, നീണ്ടകാലത്തെ യുദ്ധങ്ങൾ കാരണം ഈ പഴയ സാമ്രാജ്യങ്ങളൊക്കെ അപ്പോഴേക്കും ശരിക്കും തളർന്നിരുന്നു എന്നതാണ് സത്യം. സൈനിക മുന്നേറ്റങ്ങൾ അവിടെയും നിന്നില്ല കേട്ടോ. യൂറോപ്പിലേക്കും ആഫ്രിക്കയിലേക്കും, അതായത് പടിഞ്ഞാറോട്ടുള്ള അവരുടെ വലിയ മുന്നേറ്റം. ഇനി പറയാൻ പോകുന്നതാണ് ഇതിലെ ഏറ്റവും രസകരമായ കാര്യം. AD 711 സൈന്യം സ്പെയിനിലൂടെ യൂറോപ്പിൽ പ്രവേശിച്ചു. ഈ പ്രദേശം അൽ അൻഡലൂസ് എന്നാണ് അറിയപ്പെട്ടത്. ഇതൊരു സാധാരണ അധിനിവേശമായിരുന്നില്ല. കോർഡോബ പോലെയുള്ള നഗരങ്ങൾ നോക്കുകയാണെങ്കിൽ അവ ശാസ്ത്രത്തിന്റെയും വാസ്തുവിദ്യയുടെയും വിജ്ഞാനത്തിന്റെയും ലോക കേന്ദ്രങ്ങളായി മാറുകയായിരുന്നു. അതാണ് ഇതിലെ ശരിക്കുമുള്ള സാംസ്കാരിക മാറ്റം. അതേസമയം കിഴക്കൻ ഭാഗങ്ങളിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. കിഴക്കോട്ട് ഏഷ്യയിലേക്ക് അധിനിവേശത്തിന്റെയും വ്യാപാരത്തിന്റെയും ഒരു കൂടിച്ചേരൽ. ഇവിടെ നമ്മളൊരു പ്രധാന വ്യത്യാസം മനസ്സിലാക്കണം. ആദ്യകാലത്ത് കാര്യങ്ങൾ വേഗത്തിലുള്ള സൈനിക വിജയങ്ങളും ഭരണകൂടങ്ങളുടെ വ്യാപനവുമായിരുന്നു. എന്നാൽ പിൽക്കാല വിപുലീകരണം അങ്ങനെയല്ല. അത് തികച്ചും വ്യത്യസ്തമായിരുന്നു. അവിടെ വ്യാപാരപാതകളും സൂഫി അധ്യാപകരും സാംസ്കാരിക വിനിമയങ്ങളുമാണ് പ്രധാന പങ്കുവഹിച്ചത്. വാളുകൾക്ക് പകരം ആശയങ്ങളാണ് അവിടെ ഉപയോഗിച്ചത് എന്ന് പറയാം. ഇനി വാണിജ്യത്തിലേക്ക് വരാം. വ്യാപാരത്തിലൂടെയുള്ള സമാധാനപരമായ വ്യാപനം ആഫ്രിക്കയിലും തെക്ക് കിഴക്കൻ ഏഷ്യയിലും. ഈ വ്യാപനത്തിന്റെ വ്യാപ്തി ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തും. AD 615 തന്നെ സമാധാനപരമായി അവർ എത്യോപ്യയിലെത്തിയിരുന്നു. പശ്ചിമാഫ്രിക്കയിലാണെങ്കിൽ സഹാറ മരുഭൂമിയിലൂടെയുള്ള വ്യാപാര പാതകളിലൂടെയാണ് ഇത് പടർന്നത്. പ്രസിദ്ധനായ മാൻസ മൂസയുടെ മാലി സാമ്രാജ്യം ഓർമ്മയില്ലേ? അതുപോലെ കിഴക്കൻ ആഫ്രിക്കൻ തീരങ്ങളിൽ അറബ് ആഫ്രിക്കൻ പാരമ്പര്യങ്ങൾ കൂടിച്ചേർന്ന് മനോഹരമായ സ്വാഹിലി സംസ്കാരം തന്നെ രൂപപ്പെട്ടു. പിന്നെ വളരെ ദൂരെ ഇന്നത്തെ ഇന്തോനേഷ്യ, മലേഷ്യ പോലുള്ള രാജ്യങ്ങളിൽ കേവലം വാണിജ്യ ബന്ധങ്ങളിലൂടെ മാത്രം ഇത് വലിയൊരു സ്വാധീനമായി മാറി. ശരിക്കും പറഞ്ഞാൽ ആദ്യകാല ആഗോളവൽക്കരണം. അപ്പോൾ സ്വാഭാവികമായും നമുക്കൊരു സംശയം തോന്നും, ഈ വലിയ വിജയത്തിന്റെ രഹസ്യമെന്താണ്? വിപുലീകരണത്തിന്റെ ആ 3 പ്രധാന തൂണുകൾ ഏതൊക്കെയാണ്? ശരി, ഇതിന്റെ ഏറ്റവും നിർണായകമായ പോയിന്റ് ഈ 3 കാര്യങ്ങളാണ്. ഒന്നാമതായി, തുടക്കത്തിൽ അറേബ്യയിൽ അവർക്കുണ്ടായിരുന്ന ശക്തമായ ഐക്യവും നേതൃത്വവും. രണ്ടാമതായി, യുദ്ധങ്ങൾ കൊണ്ട് തളർന്നിരുന്ന അയൽ രാജ്യങ്ങളിലേക്കുള്ള കൃത്യമായ സമയത്തുള്ള സൈനിക മുന്നേറ്റങ്ങൾ. ഇനി മൂന്നാമതായി, ഒരുപക്ഷെ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഭൂഖണ്ഡങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വ്യാപാരത്തിന്റെയും സംസ്കാരത്തിന്റെയും വിജ്ഞാനത്തിന്റെയും വലിയ ശൃംഖലകൾ. ഈ 3 കാര്യങ്ങളാണ് ഇവരെ ഒരു ആഗോള ശക്തിയാക്കി മാറ്റിയത്. അവസാനമായി നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. തീർത്തും ഒറ്റപ്പെട്ട് കിടന്നിരുന്ന കുറച്ച് മരുഭൂമി ഗോത്രങ്ങളുടെ ഒരു ചെറിയ കഥ, അതെങ്ങനെയാണ് ലോകത്തെ മുഴുവൻ ബന്ധിപ്പിക്കുന്ന, സംസ്കാരങ്ങളെയും ആശയങ്ങളെയും കൈമാറ്റം ചെയ്യുന്ന ഇത്രയും വലിയൊരു ആഗോള ചരിത്രമായി മാറിയത്? വെറുമൊരു സാമ്രാജ്യത്വത്തിനപ്പുറം ലോകം കണ്ട ഏറ്റവും വലിയ സാംസ്കാരിക സമന്വയങ്ങളിലൊന്നാണിത്. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് പുതിയൊരു കാഴ്ചപ്പാട് നൽകിയെന്ന് കരുതുന്നു. ഈ ചരിത്ര വിശകലനം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا
إن أكرمكم عند الله أتقاكم إن الله عليم خبير